ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു നാടൻ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാരങ്ങ അച്ചാറാണ്. നമ്മുടെ സദ്യകളിലൊക്കെ തൊടുകറിയായിട്ട് കഴിക്കാറുള്ള നാരങ്ങ അച്ചാർ. അടപ്രഥമനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നാക്കയിൽ തൊട്ട് വെക്കാറില്ലേ, ആ അച്ചാറാണ്. നമുക്ക് പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കാം. അപ്പൊ ഇന്ന് അച്ചാർ ഇടുന്നത് ഈ ഒരു ടൈപ്പ് നാരങ്ങ വെച്ചിട്ടാണ്. കറി നാരങ്ങ അല്ലെങ്കിൽ ഒടിച്ചുകുത്തി നാരങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന ഇതേപോലെ വലിപ്പമുള്ള നാരങ്ങ വെച്ചിട്ടാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പുറംതൊലി ഒന്ന് ചെത്തിക്കളയണം. അപ്പം കറിനാരങ്ങ വെച്ചിട്ട് അച്ചാർ ഇടുമ്പോൾ ഒരിക്കലും നമ്മൾ അതിന്റെ സ്കിന്നോട് കൂടി നമ്മൾ അച്ചാർ ഇടത്തില്ല. അപ്പം ഞാൻ ഇത് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പം ചെത്തി എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെത്തി എടുക്കണം. കുറച്ച് വെളുത്ത ഭാഗമില്ലേ, അത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഒത്തിരി കുരുവുണ്ട്, സീഡ്സ് ഉണ്ട്, അത് മൊത്തം എടുത്ത് കളയണം, അല്ലെങ്കിൽ അച്ചാർ കയ്പുണ്ടാകും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അച്ചാർ ഇടുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കണം, അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് സീഡ്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഞാൻ ഒരു ദിവസം വെച്ചിരിക്കും. അടുത്ത ദിവസം എടുത്തിട്ടാണ് ഇത് അച്ചാർ റെഡിയാക്കാൻ പോകുന്നത്. ഒന്നിൽ കൂടുതൽ ദിവസം നമുക്ക് വെക്കാവുന്നതാണ്, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനിയും ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുക, പ്രത്യേകിച്ച് അച്ചാറാണ്, അതും നാരങ്ങയാണ്. അപ്പം പുളി കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ബാലൻസ് ചെയ്യണം. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെക്കുകയാണ്. ഒറ്റ ദിവസമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പം അടുത്ത ദിവസം നമുക്ക് ഇതെടുത്ത് അച്ചാറിടാം. ഇപ്പം ഞാനിത് ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ, നാരങ്ങയിൽ നിന്ന് നന്നായിട്ട് നാരങ്ങ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറാക്കാം. ഞാൻ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റിയാനാണ്. 2 വലിയ കുടം വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. 8-10 പച്ചമുളകും വലിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ചെറിയൊരു പീസ് കായവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ അച്ചാറിന് വേണ്ടത്. ഇനി നമുക്കത് റെഡിയാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അപ്പം അവനവൻ്റെ ഇഷ്ടത്തിനുള്ള എണ്ണയാണ് വേണ്ടത്. ഞാൻ നല്ലെണ്ണയാണ് നല്ലതെന്നാണ് പറയപ്പെടുന്ന അച്ചാറിന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആണല്ലോ. ആദ്യം കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കായമാണ് പിന്നെ ചേർക്കുന്നത്. കായം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിന് പകരം നമുക്ക് ഉണ്ടമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഇതൊക്കെ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്കിപ്പം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയാണ്, ഉലുവ വറുത്ത് പൊടിച്ചതും. പിന്നെ കുറച്ചൊരു കളറിന് വേണ്ടി ഒരു 3-4 നുള്ളു മഞ്ഞൾപ്പൊടി. അധികം വേണ്ട, മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ഫ്ലേവർ മുൻപന്തിയിൽ ഒരിക്കലും പോകരുത് ഈ അച്ചാറിന്. ഉലുവാപ്പൊടി മാത്രം മതി. പക്ഷേ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയാണ് ഞാൻ 3-4 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പൊടികൾ ചേർത്തപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ആക്കിയിരുന്നേ. അതിനുശേഷം ഈ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഫ്ലെയിം എപ്പോഴും ലോയിലിട്ട് വഴറ്റുന്നതാണ് നല്ലത്. ഇത്രേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നോക്കിയപ്പം കുറച്ച് പുളി മുൻപന്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പുളിയൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വിനിഗറും ചേർത്തിട്ടില്ല. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാർ കേട് കൂടാതെ കുറേ നാൾ ഇരുന്നോളും, വെള്ളം ഒന്നും ചേർക്കാതെ എടുക്കുമ്പോൾ. അപ്പം വെള്ളം ചേർത്ത് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ നമ്മളത് സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ തൊടുകറിയായിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ സദ്യയിൽ ശരിക്കും ഇത് അടപ്രഥമൻ കഴിക്കുമ്പം അതിൻ്റെ കൂടെ തൊടുകറിയായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല, നമ്മൾ ചോറ് കഴിക്കുമ്പോഴും നമുക്കിത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ അച്ചാർ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കുക. അതുപോലെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.